മെഡിക്കൽ കോളേജ് കെട്ടിട അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു. ബിന്ദുവിന്റെ കുടുംബത്തെ മന്ത്രി ആശ്വസിപ്പിച്ചു. സർക്കാർ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നും സഹായം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മകന് സ്ഥിര ജോലി മന്ത്രിയോട് ആവശ്യപ്പെട്ടതായി ബിന്ദുവിന്റെ ഭർത്താവ് വിസ്രുതൻ പറഞ്ഞു. മകൾ നവമിയുടെ ചികിത്സ നാളെ തുടങ്ങുന്നതിനായി മെഡിക്കൽ കോളേജിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളതായി സൂപ്രണ്ട് അറിയിച്ചെന്നും വിസ്രുതൻ. നാളെ ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഒരു 7:30 ഇവിടുന്ന് പോകും. 7:30 പോയിട്ട് 8:30 അവരവിടെ സംവിധാനം ഒരുക്കി പോകും. കോട്ടയം മെഡിക്കൽ കോളേജ് അതിന് സംവിധാനം സൂപ്രണ്ട് എല്ലാവരും ഒരുക്കിക്കോളും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാക്കിയുള്ള ചികിത്സ തുടങ്ങി. സർക്കാർ എൻ്റെ കൂടുതലുണ്ടെന്ന് കൃത്യമുണ്ട്. ഒരു സ്ഥിര ജോലി അവൻ പഠിച്ച ജോലിയാകുമ്പം ചെയ്യാനെടുത്തു, അതേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനിച്ചോളൂ. മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് എന്താണെന്ന് ചെയ്തു. കൂടുതൽ വിശദാംശങ്ങളുമായി ഗോകുൽ രമേശാണ് ചേരുന്നത്. ഗോകുൽ, വലിയ തരത്തിൽ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് ആരോഗ്യമന്ത്രി രാവിലെ ബിന്ദുവിന്റെ വീട്ടിലെത്തി സന്ദർശിച്ചത്. അത് അവർക്ക് വലിയ തരത്തിൽ ആശ്വാസകരമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് മന്ത്രി കുടുംബത്തിന് ഉറപ്പ് നൽകിയത്? കുടുംബത്തിന്റെ ആവശ്യങ്ങൾ എങ്ങനെയാണ് മന്ത്രി കേട്ടത്? സ്വാതി, ഇന്ന് പുലർച്ചെ 7 മണിയോട് കൂടിയിട്ടാണ് മന്ത്രി വീണ ജോർജ് തലയോലപ്പറമ്പിലുള്ള ബിന്ദുവിൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തിയത്. പ്രതിഷേധ സാഹചര്യങ്ങളൊക്കെ കണക്കാക്കിക്കൊണ്ടാവാം ഔദ്യോഗിക വാഹനം ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ടാണ് മന്ത്രിയുടെ തീർത്തും അല്ലെങ്കിൽ ഔപചാരികതയൊന്നും അല്ലാത്ത രീതിയിലുള്ളൊരു സന്ദർശനമായിരുന്നു ഉണ്ടായിരുന്നത്. മാധ്യമങ്ങളോടും പോലീസിനോട് പോലും ഇൻഫോം ചെയ്തിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും മന്ത്രി അവിടെ എത്തി കുടുംബാംഗങ്ങളെ കണ്ട് അവരുമായിട്ട് സംസാരിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. മകളുടെ ചികിത്സ, നവമിയുടെ ചികിത്സ പൂർണ്ണമായിട്ടും സൗജന്യമായി തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളതായിട്ട് മന്ത്രി പറഞ്ഞു. അപ്പം നാളെ മുതൽ തന്നെ, അല്ലെങ്കിൽ നാളെ കുട്ടിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുകയാണ് ചികിത്സയുടെ ഭാഗമായിട്ട്. അതിനുശേഷം എല്ലാ സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ബിന്ദുവിൻ്റെ കുടുംബം ആവശ്യപ്പെട്ട മറ്റൊരു കാര്യം, മന്ത്രിയോടക്കം ആവശ്യപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് മകന് ഒരു സ്ഥിര ജോലി, നേരത്തെ ഒരു താൽക്കാലിക ജോലി നൽകുമെന്ന് മന്ത്രി VN വാസവൻ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ടുള്ള മകന് ഒരു സ്ഥിര ജോലി വേണമെന്നുള്ള ആവശ്യം കുടുംബം മന്ത്രി വീണ ജോർജിന് മുൻപാകെ അവതരിപ്പിക്കുകയുണ്ടായി. അതിലും അല്ലെങ്കിൽ ആ ആവശ്യവും പരിഗണിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞു. മാത്രമല്ല, കുടുംബത്തിനുള്ള ധനസഹായ പ്രഖ്യാപനം അത് എത്രയും വേഗം തന്നെ ഉണ്ടാകും. മുഖ്യമന്ത്രി തന്നെ അത് പ്രഖ്യാപിക്കുമെന്നാണ് മന്ത്രി സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായത്. ഒപ്പം തൊട്ടപ്പുറത്തെ വീട്ടിലാണ് മകൾ നവമിയെ താമസിപ്പിച്ചിരിക്കുന്നത്. അവിടെ പോയി നവമിയെയും മന്ത്രി കാണുകയും എല്ലാ സഹായങ്ങളും അല്ലെങ്കിൽ സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ള വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനുശേഷം നവമിയുടെ അച്ഛൻ ബിന്ദുവിൻ്റെ ഭർത്താവ് വിസ്രുതൻ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രി എല്ലാ ഉറപ്പും നൽകിയിട്ടുണ്ട് എന്നും നാളെ മകളെ മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയാണ്. ബാക്കി തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ശസ്ത്രക്രിയ അടക്കം നടത്താനായിട്ട് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ പൂർത്തിയാക്കിയിട്ടുള്ളതായിട്ട് സൂപ്രണ്ട് തന്നെ നേരിട്ട് തന്നെ അവിടെ അറിയിച്ചതായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മന്ത്രിയുടെ സന്ദർശനം ആ കുടുംബത്തിന് വളരെ ആശ്വാസമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിനുശേഷം എന്തായാലും മന്ത്രി ഇന്നിപ്പോൾ വലിയ പ്രതിഷേധങ്ങളുടെയൊക്കെ സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് രാവിലെ ബിന്ദുവിന്റെ വീട് സന്ദർശിച്ചത്. ബിന്ദുവിന്റെ കുടുംബത്തെ മന്ത്രി ആശ്വസിപ്പിച്ചു. കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം, ആവശ്യങ്ങളെല്ലാം മന്ത്രി കേൾക്കുകയും ചെയ്തു. ആ വിവരങ്ങളാണ് ഗോകുൽ നൽകിയത്.